പാറ്റ സമരത്തിനെ പിന്തുണച്ചവരൊക്കെ ഒന്നുകിൽ പാകിസ്ഥാനികളാണ്, അല്ലെങ്കിൽ ബംഗ്ലാദേശികളാണ്, രാജ്യദ്രോഹികളാണ്. ഈ കാറ്റഗറിയിലൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഈ സംഘപരിവാണങ്ങൾ ഉൾപ്പെടുത്താറുള്ളത്. ഇന്നലെയും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇന്നലെ ബംഗ്ലാദേശിന് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ലെറ്റർ ഹെഡിൽ പാറ്റകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വാർത്ത വരുന്നത്. വിത്ത് ലെറ്റർ ഹെഡിൽ അവരുടെ പ്രഖ്യാപനം കാണിച്ചുകൊണ്ട്. ഇതും കൂടെ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ സകല സംഘ കുരുക്കളും കൂടെ ചാടി വീണ് കുരുപൊട്ടി അങ്ങോട്ട് ഒലിപ്പിക്കാൻ തുടങ്ങി. ഇത് ഒലിപ്പിച്ച് ഇത് നക്കി ഇവന്മാരുടെ തന്നെ ഈ ശാഖാമിത്രങ്ങളുണ്ടല്ലോ, ഇതിങ്ങനെ എടുത്തിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോഴാണ് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയത്. സംഭവം ഇത് AI ജനറേറ്റഡ് ആയിട്ട് BJPൻ്റെ തന്നെ IT സെല്ലിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലെറ്റർ മാത്രമായിരുന്നു. പൊതുവേ ഈ IT സെല്ല് ഇങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇനി മാത്രമല്ല, ഇങ്ങനെ ഉണ്ടാക്കുന്ന ടീം ആയതുകൊണ്ട് തന്നെ ഇവന്മാരുടെ വിശ്വഗുരു പുറത്തെ രാജ്യത്ത് പോകുമ്പോൾ അവന്മാർ ഇതേപോലത്തെ AI സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടാറുമുണ്ട്. അത് കിട്ടിയിട്ട് അത് ഇതാ കണ്ടോടാ ഞങ്ങളെ സംഗി ചേട്ടന് കിട്ടിയിട്ടുള്ള വലിയ കുന്തം കുണാണ്ടറാണെന്നും പറഞ്ഞിട്ട് നടക്കാറുമുണ്ട്. അവസാനം അത് AI ജനറേറ്റഡ് ആണ് സീഷെല്ലിൽ നിന്ന് നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ തേപ്പ് കിട്ടുകയും ചെയ്യും, തേപ്പ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ ഈ രാജ്യം ഭരിക്കുന്ന ഈ സംഘപരിവാണ പാർട്ടികൾ. ഏതായാലും സംഘപരിവാണങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിൻ്റെ ലെറ്റർ ഹെഡ് ഒന്ന് എടുത്തിട്ട് ഉടഞ്ഞ സമയത്താണ് കാര്യം മനസ്സിലായത്. അതിൻ്റെ ലെറ്റർ ഹെഡിൽ അവരുടെ എംബളം തന്നെ തെറ്റാണെന്ന്. എങ്ങനെയായിരുന്നു ഷീഷെൽസിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് എംബളം തെറ്റ് കൊടുത്തിട്ടുള്ള AI സർട്ടിഫിക്കറ്റില്ല, അതേപോലെ തന്നെ ഇവന്മാരൊരു സർട്ടിഫിക്കറ്റ് അങ്ങ് ഉണ്ടാക്കി. എടുത്തു നോക്കിയപ്പോഴാണ് ബംഗ്ലാദേശി ഇസ്ലാമി, അതായത് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളിടത്തും വലിയ അക്ഷരത്തെറ്റുകളുണ്ട്. ഏതായാലും അക്ഷരത്തെറ്റുള്ള ലെറ്റർ ഹെഡിൽ ബംഗ്ലാദേശിൽ നിന്ന് ഈ ഒരു പിന്തുണ ജമാഅത്തെ ഇസ്ലാമി കൊടുത്തില്ല എന്ന് അവരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ സകല വാണങ്ങളുടെ ഇവിടെ മറ്റത് കയറിയ പോലെ ആയിപ്പോയിട്ടുണ്ട്. ഇന്നലെ ഏതിലായിരുന്നു, ഏതോ ഒരു വാർത്താ ഡിബേറ്റിലായിരുന്നു ഇതേ സംഭവം പൊക്കി പിടിച്ചിട്ട് ജനൻ ടി വിയിൽ വന്ന കുറേ മലവാണ ഈ സംഘത്തിട്ടങ്ങൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ബംഗ്ലാദേശിൽ നിന്ന് വരെ ഞങ്ങൾക്ക് സാധനം അല്ലെങ്കിൽ CJPക്ക് സപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞ എല്ലാത്തിൻ്റെയും അണ്ണാക്കിൽ പിരിവെട്ടിയ അവസ്ഥയിലാണ് ഇപ്പം കാര്യങ്ങളുള്ളത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റോ അങ്ങനെ ഒരു സപ്പോർട്ടോ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന് കൊടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ പൂർണ്ണ തെളിവുകൾ പുറത്തോട്ട് ചാടി. അത് ഒരു തെളിവ്. ഇനി രണ്ടാമത്, ഇവന്മാർ പൊതുമുതൽ നശിപ്പിക്കുന്ന ആൾക്കാരാണ്. അതായത് CJP പ്രൊട്ടസ്റ്റേഴ്സ് പൊതുമുതൽ നശിപ്പിക്കുന്നേ, എൻ്റെ രാജ്യത്തിൻ്റെ പൊതുമുതൽ നശിപ്പിക്കുന്നേ എന്നും പറഞ്ഞ് കരഞ്ഞു നടക്കുന്ന സംഘരാജ്യ സ്നേഹികളുടെ അണ്ണാക്കിലോട്ട് അടുത്ത ഒരു വെടിയും കൂടെ അങ്ങോട്ട് പൊട്ടി. ഇന്നലെ മുതൽ ഇവർ കാണിക്കുന്നുണ്ട്. നമ്മുടെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഹൈഡ്രജൻ ട്രെയിനിൻ്റെ ചില്ലുകൾ തകർക്കുന്ന CJP പ്രൊട്ടസ്റ്റേഴ്സ് ഡൽഹിയിൽ ഇതാ കാണൂ, കാഴ്ചകൾ കാണൂ എന്നും പറഞ്ഞ് നമ്മുടെ നാട്ടിലെ സകല സംഘപരിവാണങ്ങളുടെ ചാനലുകളിലും അമ്മമാരിത് എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട്. സകലതും ഇപ്പം അതിൻ്റെ അടുത്ത വിശദീകരണം പുറത്തോട്ട് വന്നിട്ടുണ്ട്. അത് ബീഹാറിൽ ജോലി കിട്ടാണ്ട്, പരീക്ഷ എഴുതിയിട്ടും ജോലി കിട്ടാണ്ട് കഷ്ടപ്പെട്ട് പോകുന്ന പാവപ്പെട്ട ജനങ്ങൾ അവിടെ കാണിച്ചിട്ടുള്ള ഒരു കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വീഡിയോ വെച്ചിട്ടാണ് സംഘപരിവാണങ്ങൾ ഇത് CJPൻ്റെ തലയിൽ ഇട്ട് കൊടുത്തത്. ഞാൻ തന്നെ പറയണല്ലോ കേട്ടോ, വാർത്തകളിൽ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക്. കൊണ്ടുവരികയാണെന്നുള്ളത്, അതിനുവേണ്ടി പ്രചരിച്ച പലതും വസ്തുതകൾക്ക് വിരുദ്ധമാണെന്നുള്ളത് ഇന്നലെ തന്നെ വ്യക്തമായ ഒരു കാര്യമാണ്. ഹൈഡ്രജൻ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞു. ബീഹാറിൽ തൊഴിലന്വേഷകരായ വിദ്യാർത്ഥികൾ ട്രെയിൻ വൈകിയപ്പോൾ അതിന് നേരെ നടത്തിയ കല്ലെറിഞ്ഞ ദൃശ്യങ്ങളാണ് പകരം പ്രചരിക്കുന്നത്. അങ്ങനെ തുടങ്ങി ഇതിനെതിരെ നടക്കുന്ന പല പ്രചരണങ്ങളും അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന പല കാര്യങ്ങളും വസ്തുതകൾക്ക് വിരുദ്ധമാണ് എന്ന് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ കേട്ടല്ലോ, അതായത് ബീഹാറിൽ തൊഴിലന്വേഷണരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സമയത്തിന് ട്രെയിൻ വരാത്തത് കൊണ്ട് അവരതിനുള്ള പ്രതിഷേധം കാഴ്ചവെച്ചതായിരുന്നു. അതാണ് ഇപ്പം BJP സംഘപരിവാർ IT സെല്ലുകളും നമ്മുടെ നാട്ടിലെ ഈ വാണ സംഘികളുടെ പ്രൊഫൈലുകളിൽ ഇരുന്നിട്ട് സംഘി ടീംസ് പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന സകല ഊളത്തരങ്ങളും. നമ്മുടെ ശ്രീജിത്ത് പണിക്കരൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മുമ്പിൽ തന്നെ, മലപ്പൊട്ടെന്ന് പറയാതെ വേറെ എന്ത് പറയാതെ പോലെ അങ്ങനത്തെ കുറേ എണ്ണം ഇതും വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതും IT സെല്ലിൽ നിന്ന് പടച്ചു വിട്ടിട്ടുള്ള ഒരു ചിത്രം മാത്രമായിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ വാണങ്ങൾ പുറത്തോട്ട് വിടുന്ന സകല സാധനങ്ങൾ, നമ്മുടെ സംഘക്കൂട്ടങ്ങൾ പുറത്തോട്ട് വിടുന്ന CJPനെ തകർക്കാൻ വേണ്ടി പുറത്തോട്ട് വിടുന്ന സകല തെളിവുകളും ഒന്നൊന്നായിട്ട് മുഞ്ചി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഒന്നും വിചാരിക്കരുത്, കാരണം വിദ്യാഭ്യാസവും വിവരമൊക്കെ അത്രയല്ലേ ഉള്ളൂ. അപ്പം പറ്റിപ്പോകുന്നതാ, നമ്മളതിന് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനത്തെ ചില ടൂൾസൊക്കെ കിട്ടുമ്പോൾ ഇവന്മാർ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കും. അതിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്നോ അതിലെന്താണോ എഴുതി വെച്ചതെന്നുള്ള ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ല. പിന്നെയാണല്ലോ അത് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ ഇവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള സുപ്രീം കോടതി പോയി പറഞ്ഞപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഞങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണാനും വിദ്യാർത്ഥികൾക്ക് അടി കിട്ടുന്ന വീഡിയോ കാണാനും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാനും തെളിവ് അല്ലെങ്കിൽ സമയവും സൗകര്യമില്ല, അതുകൊണ്ട് നിങ്ങളത് പൊക്കോ എന്ന് പറയണം.
കാരണം ഈ സുപ്രീം കോടതി ജഡ്ജ് തന്നെയാണല്ലോ ഈ ഒരു സംഭവത്തിന് തുടക്കം കുറിച്ച് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ, ജോലിയില്ലാത്ത വിദ്യാർത്ഥികളും അല്ലെങ്കിൽ യുവത്വവും വെറും പാറ്റകളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ സുപ്രീം കോടതി ജഡ്ജ് തന്നെയാണ്. അപ്പം അതേ പേരിലുണ്ടായിട്ടുള്ള ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ ഇനി എങ്ങാനും ഞങ്ങൾ വാദം കേൾക്കാം, ഇന്നലെ ഈ CJP പ്രൊട്ടസ്റ്റേഴ്സിനെ അടിച്ച് പോലീസും പട്ടാളവും അല്ലെങ്കിൽ BJP ഗുണ്ടകളും കൂടെ അടിച്ച് തകർത്തതിൻ്റെ വീഡിയോ ഞങ്ങൾ കാണാം, ഞങ്ങൾ അത് അടിയന്തരമായിട്ടുള്ള നടപടി എടുക്കാം, വാദം കേൾക്കാം. എങ്ങാനും ആ മറ്റേ സുപ്രീം കോടതി ജഡ്ജിൻ്റെ വായിന്ന് വീണ് കഴിഞ്ഞാൽ മോദിൻ്റെ അടുത്ത് നിന്ന് തല്ല് കിട്ടും, ആ അടി ചുണ്ടക്കടി കിട്ടും. നമ്മുടെ ജിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഈ ടീംസ് മൊത്തം അറിയാണ്ട് അന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇനി വീണ്ടും അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോദിജി ചുണ്ടിക്കടി കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ പരിപാടി അവരും വിട്ടു. ചുരുക്കി പറഞ്ഞാൽ രാജ്യത്ത് ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ രാജ്യത്തെ പോളിസി വയലേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ യുവതലമുറയുടെ ഭാവി ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി ഇവന്മാർ ഈ എന്താ പറയുക, ഈ 14ാം ക്ലാസ്സും കുസ്തിയും ഈ രാമൻ്റെ പേരും വിളിച്ച് നടക്കുന്ന ഈ ടീംസിന് രാജ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവും, കുട്ടിച്ചോറാവും എന്നതിൻ്റെ വ്യക്തത ഇപ്പോഴാണ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കുറേ കാലങ്ങളായിട്ട് പ്രതിപക്ഷവും മറ്റുള്ള ആൾക്കാരും പറയുന്നുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിലും സ്വന്തം മക്കളുടെ ജീവിതത്തിലും സ്വന്തം കുടുംബത്തിലെ കുട്ടികളുടെ ജീവിതത്തിലും ഈ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായത്. അതുകൊണ്ടാണ് മെനഞ്ഞാന്ന് 5 ആണെങ്കിൽ പിന്നെ അത് 10, 15, 20 ഇന്നലെ അത് ലക്ഷങ്ങളായി ഇന്നൊക്കെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ജന്തർ മന്ദറിലോട്ട്. വിദ്യാർത്ഥികളായിട്ടും രാഷ്ട്രീയ നേതാക്കളായിട്ടും മറ്റ് ആക്ടിവിസ്റ്റുകളായിട്ടും എല്ലാവരും അങ്ങോട്ട് ഓടി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പേടിച്ചിട്ടുണ്ട്. സകല ഈ സംഘപരിവാണ മിത്രങ്ങളുടെ ഒക്കെ പിടുങ്ങാമണി വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിറയുടെ എഫക്റ്റാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അവസാനം ഇന്ന് വൈകിട്ട് ഞങ്ങൾ CJPയുമായിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. ഇത് കേട്ടപ്പം CJP പറഞ്ഞു, നിങ്ങൾ കുറേ ദിവസമായല്ലോ പരിപാടി തുടങ്ങിയിട്ട്, ഞങ്ങൾ അടിച്ചു വീഴ്ത്തി, ഞങ്ങളുടെ എത്രയും പിള്ളേർ അടിച്ചു വീഴ്ത്തി, പലരും ഹോസ്പിറ്റലിൽ, പലരും ICUയിൽ, പലരും വെന്റിലേറ്ററിൽ, ഈ അവസ്ഥയിലൊക്കെ എത്തിച്ച സ്ഥിതിക്ക് ഇനി ഏതായാലും നിങ്ങളുടെ ധർമ്മേന്ദ്ര പ്രധാൻ ആദ്യം റിസൈൻ ചെയ്യട്ടെ, റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ആവാം, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ബാക്കി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു മറുപടിയും കൂടെ ഈ പറഞ്ഞ CJP വക്താക്കളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് കറുപ്പണിഞ്ഞിട്ടുള്ള നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ MP-മാരും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് അതിൻ്റേതായിട്ടുള്ള ചർച്ചകളും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രതിഷേധങ്ങളും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധിൻ്റെ ഒരു പത്രസമ്മേളനം ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ നോക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോ പറയാം. നടക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ജന്തർ മന്ദറിലുണ്ട്. ജന്തർ മന്ദറിലെ ഓരോ ബാരിക്കേഡുകൾ ക്രോസ് ചെയ്ത് മുന്നോട്ട് ഈ പ്രൊട്ടസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുമ്പ് 2 ഗഡുക്കളായിട്ട് 2 സ്ഥലങ്ങളായിട്ടായിരുന്നു ബാരിക്കേഡ്. അത് 2 തകർത്ത് മുന്നോട്ട് ആളുകൾ എത്തിയിട്ടുണ്ട്. ആളുകളുടെ എണ്ണം കൂടുകയാണ്, ഇവരിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പട്ടാളം അങ്ങനെ ബാക്കോട്ട് ഒഴിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ ഇത്രയും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇത് ഏത് അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും. ഏതാണെങ്കിലും ഇത്രയും കാലം കുറേ നുണകളുടെ മേൽ പൊടിച്ചിങ്ങനെ കൊണ്ടുവന്നിരുന്ന ആ ഒരു കൊട്ടാരത്തിൻ്റെ താഴത്തെ തറക്കല്ലിൻ്റെ മുകളിൽ വിള്ളൽ വീട് തുടങ്ങിയിട്ടുണ്ട് BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാണങ്ങളുടെ. അത് മനസ്സിലാക്കാണ്ട് എന്തൊക്കെ കുണച്ചിട്ടും കാര്യമില്ല. നമ്മുടെ നാട്ടിലെ സൈബർ കൂട്ടങ്ങളുകൊണ്ടാണ് പറയുള്ളത്, നിങ്ങൾ പടച്ചുവിട്ട ഓരോ സാധനങ്ങളായിട്ട് ഇതാ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സകലതും പച്ചക്കളവാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ യുവ ജനത. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.